വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് ദാരിദ്ര്യമില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഐറ്റം കാണും. അവർക്കെട്ടുന്ന യാഥാർത്ഥ്യവുമായി മലയാളികളൊക്കെ പൊരുത്തപ്പെട്ടല്ലോ അല്ലേ. എല്ലാവരും നോക്കി വോട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും. ഓക്കെ, യഥാർത്ഥ ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് വിഷയങ്ങളിലേക്ക് വരാം. കൂട്ടിയ സാധനങ്ങളുടെയും പിരിച്ചുവിട്ട ആളുകളുടെയും ലിസ്റ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. KSRTC കൊറിയർ സർവീസ് നിർത്തി, ധനസഹായം നിർത്തി, ബസ്സെല്ലാം കട്ടപ്പുറത്തായി, തദ്ദേശ ഫണ്ട് വെട്ടിക്കുറച്ചു, ഡിജിറ്റൽ സർവേ ജീവനക്കാരെ നേരം വെളുത്തപ്പോൾ തൊട്ട് പിരിച്ചുവിട്ടു. ഇങ്ങനെ സർക്കാരിന്റെ സംവിധാനങ്ങൾ വഴി നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാകുന്നതൊക്കെ ഇല്ലാതാക്കി എന്നതിന് പുറമെ ആരെയും ഉപദ്രവിക്കാതെ DYFI കൊടുക്കുന്ന പൊതിച്ചോറിന്റെ കാര്യം. ഒരു തരത്തിലും ഒരു ഭാഗത്തു നിന്നും ആളുകൾക്ക് ഗുണവും സന്തോഷവും ഉണ്ടാവരുത് എന്ന് നിർബന്ധമുള്ള പോലെ സീരിയൽ കില്ലർമാർക്ക് പോലും ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. ഇനി ഈ ആഴ്ചത്തെ പ്രധാന കലാപരിപാടി PM ശ്രീ പോലെ ഒരു സംവിധാനം നിലവിൽ വന്ന ഈ നാട് തന്നെ കുട്ടിച്ചോറാവുമെന്നും LDF സർക്കാർ കേരളത്തിന്റെ പകുതി ഭാഗം PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്നതോടെ കേന്ദ്രത്തിന് എഴുതി കൊടുക്കും എന്നും വരെ അടിച്ചിറക്കിയവരുണ്ട്. തുരങ്കപാതയൊക്കെ ഞങ്ങൾ എതിർക്കും എന്ന് നെഞ്ചും വിരിച്ചിരുന്ന് പറഞ്ഞ പോലെ ഇതിലും അത്തരം കൊടൂര പ്രസ്താവനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം. അവരെ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിടും. PM ശ്രീ ഒരു വൃത്തിയിട്ട പദ്ധതിയാണെന്നും അതിൽ ഒപ്പിടുന്നവരൊക്കെ വൃത്തിയിട്ടവന്മാരാണെന്നും ഒക്കെയായിരുന്നു 3 മാസം മുമ്പ് വരെ VDGയുടെ നിലപാട്. പക്ഷെ കുഴപ്പമില്ല, പുള്ളി നിലപാടിന്റെ രാജകുമാരനാണല്ലോ. ഇപ്പൊ പുള്ളിയുടെ നിലപാട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി കരഞ്ഞൂട്ട് ഞാനതിൽ ഒപ്പുവെക്കുകയാണ് സുഹൃത്തുക്കളെ എന്നൊക്കെയാണ്. പഴയ നിലപാട് ഇതാണ്. നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും ഉറപ്പായിട്ടും. അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയ അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അതിന്റെ ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്, ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഓക്കെ, എങ്ങനെയാണ് താങ്കൾ നിർബന്ധിതനായത്? PM ശ്രീ വഴി കേരളത്തിന് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് പെട്ടെന്ന് അങ്ങ് സ്വിച്ചിട്ട പോലെ നിർത്തിയാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം തകരുമല്ലോ. അപ്പൊ എത്ര കോടിയാണ് PM ശ്രീ വഴി കേരളത്തിന് കിട്ടിയത്? കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ രേഖകൾ പ്രകാരം പദ്ധതിക്കായി കേരളത്തിലെ ഒരു സംസ്ഥാന പൊതുവിദ്യാലയം പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ചോദ്യത്തിന് ഉത്തരവാദമാണ്. കേരളത്തിന് അനുവദിച്ചതായി പറയുന്ന 99 കോടി 27 ലക്ഷം രൂപ PM ശ്രീ നടപ്പിലാക്കിയതിന് കിട്ടിയതല്ല, മറിച്ച് സമഗ്ര ശിക്ഷ വഴിയുള്ള വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള സ്വാഭാവിക വിഹിതം മാത്രമാണ്. ഇതിന് പുറമെ പുതിയ ചില വാക്കുകളും പഠിച്ചിട്ടുണ്ട്. ഫെഡറൽ സംവിധാനം, ഭരണ സംവിധാനം, വികസനം, കേന്ദ്ര ഫണ്ട്. അതിനോ നമുക്കിതൊക്കെ അറിയായിരുന്നു, അവർക്കിത് പുതിയതാണല്ലോ. ഒരറിവും ചെറുതല്ലല്ലോ. വർഷം 2026 അല്ലേ, ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളതല്ലേ, ആൾക്കാർ കാണുകയല്ലേ. അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലെന്നറിയാം, ഒരു മര്യാദ വേണ്ടി. ഇനിയിപ്പോ ഷാജി സാഹിബും VDGയും കൂടെ തീരുമാനിക്കട്ടെ, നമുക്കെന്ത്, ഓരോ ആഴ്ച ഓരോ എന്റർടൈൻമെന്റ്. അതായത് ഒരു RSSന്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ളത് എന്ന് ഉറക്കെ പറഞ്ഞ ആളുകളാണ്. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട.